ഹോർമൂസിലൂടെയുള്ള ഇന്ധന വ്യാപാരം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് എണ്ണ ടാങ്കറുകൾ UAE, ഒമാൻ കടലുകളിൽ നങ്കൂരമിട്ടിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം US നേവിയുടെ 3 സ്ട്രൈക്ക് ഗ്രൂപ്പുകളാണ് ഇറാനെ വലയം ചെയ്തിരിക്കുന്നത്. പ്രജിത്തുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. പ്രജിത്ത്, ഈ ഹോർമൂസ് കടലിടുക്കിൽ സ്വാഭാവികമായും ഒരു തടസ്സമുണ്ടായി കഴിഞ്ഞാൽ അത് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയെ ഉൾപ്പെടെ പിടിച്ചുകുലുക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ടാങ്കറുകൾ നീങ്ങാൻ കഴിയാതെ നങ്കൂരമിട്ട് കിടക്കുകയാണോ? അതെങ്ങനെയാണ് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കുക? ഗൗതം, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും ഒക്കെ ഏതാണ്ട് 40 മുതൽ 50% വരെ ഹോർമൂസ് കടലിലൂടെയാണ് ഭാരതത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് അസ്ഥിരതയും ഭാരതത്തെ സ്വാഭാവികമായും ബാധിക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷേ നിലവിൽ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 74-75 ദിവസത്തേക്കുള്ള റിസർവ് ശേഖരം ഇപ്പോൾ തന്നെയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം എണ്ണയുടെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി നടപടികൾ ഉണ്ടായിരുന്നു. പുതിയ കരുതൽ ശേഖരമായിട്ടുള്ള പുതിയ സ്ഥലങ്ങൾ, പുതിയ ലൊക്കേഷനുകളിൽ കരുതൽ ശേഖരം അകലിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. അതിനൊക്കെ ഗുണമുള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് 3 മാസത്തിൽ കൂടുതൽ ആവശ്യമുള്ള എണ്ണ ഇപ്പോൾ തന്നെ നമ്മുടെ കരുതൽ ശേഖരമായിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ എപ്പോഴും ഒറ്റയടിക്ക് ഇത്തരത്തിലുള്ളൊരു വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഹോർമൂസിലെ ഒരു സ്ഥിതി എന്നുള്ളത് ഈ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ട്രാക്ക് ചെയ്യുന്ന ആഗോളതലത്തിൽ തന്നെയുള്ള പ്രമുഖ വെബ്സൈറ്റുകളടക്കം നൽകുന്ന സൂചനകൾ അനുസരിച്ച്, അല്ലെങ്കിൽ അവർ പുറത്തുവിടുന്ന തത്സമയ അപ്ഡേറ്റുകൾ അനുസരിച്ച് 100 കണക്കിന് കപ്പലുകൾ UAEയുടെയും ഒമാൻ്റെയും തീരത്തോട് ചേർന്നുള്ള കടലിൽ, പേർഷ്യൻ കടലിൽ, അറബിക്കടലിലും അതോടൊപ്പം തന്നെ പേർഷ്യൻ ഗൾഫിലുമൊക്കെയായി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ കപ്പലുകളും ഇപ്പോൾ ആങ്കർ ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇവർ നൽകുന്ന സ്റ്റാറ്റസ്. ഒരു കപ്പലും മൂവ് ചെയ്യുന്നില്ല, ഒരു കപ്പലും ട്രാൻസിറ്റിൽ ഇല്ല എന്നുള്ളതാണ് ഈ സൈറ്റുകളിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ പലതും ഇന്ത്യൻ ഫ്ലാഗ് ഉള്ള കപ്പലുകളും ഈ കൂട്ടത്തിലുണ്ട്. അവയും ഈ രീതിയിൽ ട്രാൻസിറ്റ് നടത്താതെ അല്ലെങ്കിൽ ഗതാഗതം നടത്താതെ ആങ്കർ ചെയ്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്, ഇങ്ങനെ ആങ്കർ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിലൂടെ ഏതെങ്കിലും വിധത്തിലുള്ള കപ്പൽ ഗതാഗതം, പ്രത്യേകിച്ച് ഇന്ധന ടാങ്കറുകളുടെ മുന്നോട്ടുള്ള ഗതാഗതം നടക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള എണ്ണ പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ലോകം പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, നിലവിൽ 3 സ്ട്രൈക്ക് ഗ്രൂപ്പുകളാണ് US നേവിയുടേതായി ഈ മേഖലയിലുള്ളത്. ഈ 3 സ്ട്രൈക്ക് ഗ്രൂപ്പുകളും ഇറാനെ വലയം ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി ഹോർമൂസിലുണ്ട്. അതിൽ 2 സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ വരുന്നത് കരിയർ ബാറ്റിൽ ഗ്രൂപ്പുകളാണ്. അതായത് എയർക്രാഫ്റ്റ് കാരിയറുകൾ നേതൃത്വം നൽകുന്ന അവയുടെ നേതൃത്വത്തിലുള്ള സ്ട്രൈക്ക് ഗ്രൂപ്പുകളാണ്. മറ്റൊന്ന് അമേരിക്കയുടെ തന്നെ കൂടുതൽ ഷിപ്പുകളുമായിട്ടുള്ള മറ്റൊരു സ്ട്രൈക്ക് ഗ്രൂപ്പും കൂടി. ഇനി ഇവയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, നിലവിൽ അറബിക്കടലിലാണ് ഇക്കൂട്ടത്തിലെ ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പ് ഉള്ളത് എന്നുള്ളതാണ്. അത് USS എബ്രഹാം ലിങ്കൻ്റെ നേതൃത്വത്തിലുള്ള സ്ട്രൈക്ക് ഗ്രൂപ്പാണ് അറബിക്കടലിലുള്ളത്. ആ അറബിക്കടലിലുള്ള കപ്പൽ വ്യൂഹത്തിൽ ഈ USS എബ്രഹാം ലിങ്കനൊപ്പം തന്നെ 4ഓളം ഡിസ്ട്രോയറുകൾ, ഫ്രാങ്കി ജെസ് പീറ്റേഴ്സൺ, സ്പ്രോൻസ്, MSC ഫോൾ, ജോൺ ഫിൻ തുടങ്ങിയിട്ടുള്ള 4ഓളം ഡിസ്ട്രോയറുകളും അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി അത് സംബന്ധിച്ച ചില ദൃശ്യങ്ങൾ, USS ജെറാർഡ് ആർ ഫോൾഡിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിൽ ലോകത്തെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള വിമാനവാഹിനി കപ്പലാണ്, ഏറ്റവും വലുതും ഏറ്റവും നശീകരണ ശേഷിയുമുള്ളതുമായ വിമാനവാഹിനി കപ്പലാണ് USS ജെറാർഡ് ആർ ഫോൾഡ്. 74ലധികം ഫൈറ്റർ ജെറ്റുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള, 10,000ഓളം വരുന്ന സൈനികരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള, അങ്ങനെയുള്ള വലിയ നാവികരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വലിയ സംവിധാനമാണ് USS ജെറാർഡ് ആർ ഫോർഡിലുള്ളത്. അപ്പോൾ ആ കരിയർ ഗ്രൂപ്പ് അറബിക്കടലിൽ നിന്ന് ഇറാനിലേക്കുള്ള ഒരു ബ്ലോക്കേഡ് പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കരിയർ ബാറ്റിൽ ഗ്രൂപ്പായിട്ടുള്ള USS ജെറാർഡ് ആർ ഫോൾഡിൻ്റെ നേതൃത്വത്തിലുള്ള മെഡിറ്ററേനിയൻ കടലിലാണ് രണ്ടാമത്തെ കരിയർ ഗ്രൂപ്പ് നിലനിൽക്കുന്നത്. ആദ്യത്തെ കരിയർ ഗ്രൂപ്പിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞിരുന്നു. അതായത് അവിടെ USSR ജെറാർഡ് ഫോർഡിൻ്റെ നേതൃത്വത്തിലല്ല, മറിച്ച് USS എബ്രഹാം ലിങ്കൻ്റെ നേതൃത്വത്തിലാണ് അറബിക്കടലിലെ നിലവിലുള്ള കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഉള്ളത്. രണ്ടാമത്തെ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് മെഡിറ്ററേനിയൻ കടലിലും റോന്തു ചുറ്റുന്നു. മൂന്നാമത്തത് ശ്രീ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോഴിതാ ഈ സംഘർഷം അത് പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. കാരണം ഹോർമൂസിലൂടെയുള്ള ഇന്ധന വ്യാപാരം ഏതാണ്ട് പൂർണ്ണമായി നിലയ്ക്കുന്നു. 100 കണക്കിന് ഭാരതത്തിൽ നിന്നുൾപ്പെടെയുള്ള എണ്ണ ടാങ്കറുകൾ നങ്കൂരമിട്ട് നീങ്ങാൻ കഴിയാതെ അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീ മോഹൻ വർഗീസ്, ഈ യുദ്ധം ഏത് നിലയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു ലോകക്രമത്തെ കൊണ്ടെത്തിക്കുന്നത്?
ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്കാണ് ഏറ്റവും നിർണായകമായ സ്ഥലം. അതാണ് ഇപ്പോഴത്തെ നിലയിൽ ഏറ്റവും വലിയ യുദ്ധത്തിലെ ഏറ്റവും വലിയ ഫ്ലാഷ് പോയിന്റും ഹോർമൂസ് കടലിടുക്കാണ്. ലോക എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകേണ്ട ആ കുപ്പിക്കടുത്ത് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും ഒമാൻ ഉൾക്കടലിലേക്കും അവിടെ നിന്നും യഥാർത്ഥത്തിൽ മറ്റ് ഓപ്പൺ സീസിലേക്ക് പോകേണ്ടതാണ്. ഇത് അടയ്ക്കുന്നു എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ വളരെ വൈകി എത്തിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് തങ്ങൾ നിർബന്ധപൂർവ്വം അടയ്ക്കില്ല, പക്ഷേ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് യുദ്ധസമാനമായ സാഹചര്യമാകുമ്പോൾ അതിലെയുള്ള എണ്ണ വ്യാപാര കടത്തല്ലാതെ, അത് മാത്രമല്ല ഏത് ജലഗതാഗതവും സാധാരണ ഷിപ്സ്, ഉല്ലാസ നൗകകൾ, ഓയിൽ ടാങ്കേഴ്സ് എന്ന് വേണ്ട ഒരു രീതിയിലുമുള്ള നീക്കം അവിടെ സാധിക്കാതെ വരുന്നത്. കേവലം 33 കിലോമീറ്റർ മാത്രമാണ് അതിന്റെ വീതി. അതിൽ തന്നെ 20 കിലോമീറ്റർ ഇറാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആണ്. ഇറാന്റെ മിസൈലുകൾക്ക് ഹിറ്റിംഗ് റേഞ്ചിലുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. സ്വാഭാവികമായി അമേരിക്കയുടെ സ്ട്രൈക്ക് ഫോഴ്സുകൾ വളരെ വളരെ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് പ്ലേസിലാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറേബ്യൻ കടൽ മേഖലയിൽ, അത് ഒമാൻ ഉൾക്കടൽ മേഖലയിൽ USS എബ്രഹാം ലിങ്കൺ ഉണ്ട്. ആ കപ്പലിനെതിരെ കഴിഞ്ഞ ദിവസം ഏറിയൽ ആക്രമണത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ ഒരു ആക്രമണം 4 മിസൈലുകൾ ചുരിപ്പാഞ്ഞുവെന്നും ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടുവെന്നും കാര്യമായ ഡാമേജ് ഉണ്ടായില്ല എന്നൊരു വാർത്തയുണ്ട്. മറ്റൊരു കപ്പൽ വ്യൂഹം ഉണ്ടായിരുന്നത് ഡിസ്ട്രോയേഴ്സ് ഉൾപ്പെടെ എബ്രഹാം ലിങ്കൺ അല്ല, മറ്റേ USS ജെറാൾഡ് ഫോർഡ്, അത് അങ്ങ് അകലെ മെഡിറ്ററേനിയൻ കടലിലാണ്, ഇസ്രയേലിന്റെ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിലാണ്. അപ്പൊ ഈ സ്ട്രാറ്റജിക്കൽ ലൊക്കേറ്റഡ് ആണ്. മൂന്നാമതൊരു ടാസ്ക് ഫോഴ്സും കൂടെ വരുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ സംസാരം. അങ്ങനെയെങ്കിൽ എൻസർക്കിളിംഗ് ഇറാൻ അവിടെ കൺവേർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്ന ഹോർമൂസ് ആവും. ഏത് വിധേനയും ബലപ്രയോഗത്തിലൂടെ ഹോർമൂസ് കടലിടുക്ക് സുഗമമായ വ്യാപാരത്തിന് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാമോ എന്നതാണ് ചിന്ത. പക്ഷെ അതിനുള്ള സാധ്യത തീരെയില്ല. കാരണം മൈനുകൾ വ്യാപകമായി വിതറപ്പെട്ടാൽ ഹോർമൂസിലെ ജനഗതാഗതം അപകടകരമായി മാറും. അതുകൊണ്ട് ഈ മൈനുകൾ മുഴുവൻ നീക്കം ചെയ്താൽ, അങ്ങനെ ഇപ്പോൾ നിലവിൽ ഹെവി മൈനിങ്ങിന്റെ സാധ്യതകളൊന്നും തന്നെ ആരും പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഇറാന് അചിന്ത്യമായ കാര്യങ്ങൾ, ഇറാൻ അന്തർവാഹിനികളുണ്ട്, ഇറാന് കപ്പലുകളുണ്ട്, ഗൺ ബോട്ടുകളുണ്ട്. പരമാവധി ഒരു എൻഡ് പുഷ് എന്ന നിലയിൽ അളമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഇറാൻ അങ്ങനെ ഒരു നീക്കം, ഒരു ഓൾ ഔട്ട് അറ്റംപ്റ്റ് ടു ബ്ലോക്ക് ഹോർമൂസ്, ഇങ്ങനെ വന്നാൽ ലോകത്തെ എണ്ണ വിപണി നിശ്ചലമാകും. ഇന്ത്യയുടെ ഉൾപ്പെടെ എണ്ണ ആവശ്യത്തിന്റെ ഏതാണ്ട് 20% എണ്ണ പ്രകൃതിവാതകം കടന്നു വരുന്നത് പേർഷ്യൻ ഗൾഫിൽ നിന്നും ഹോർമൂസ് കടലെടുത്ത് വഴിയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഉൾപ്പെടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. റഷ്യയിൽ നിന്നുള്ള എണ്ണ വ്യാപാരം നമ്മൾ എണ്ണ വാങ്ങൽ ഘട്ടം ഘട്ടമായിട്ട് കുറച്ചുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ കൂട്ടിയിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹോർമൂസ് കടലെടുക്കിലൂടെയുള്ള വ്യാപാരം പൂർണ്ണമായി നിലയ്ക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് പൂർണ്ണമായ ചരക്ക് നീക്കം ഏതാണ്ട് ഹോൾസ്റ്ററാണ്. കാരണം റിസ്ക് എടുത്തുകൊണ്ട് കപ്പലുകൾക്ക് ആ ഹോർമൂസിലേക്ക് പ്രവേശിക്കാനാവില്ല. കാരണം അത് അതിഭയങ്കരമായ ഇൻഷുറൻസ് കോസ്റ്റുകളാണ് കപ്പലുകൾക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ ഉൾപ്പെടെ അത് അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു അന്തരാള ഘട്ടം നീങ്ങിപ്പോകാതെ സുഗമമായ എണ്ണ നീക്കം, ഓയിൽ ടാങ്കേഴ്സിന് നീക്കം ഉണ്ടാവില്ല, മറ്റ് ചരക്ക് നീക്കം ഉണ്ടായില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നത് ഇറാഖും അതുപോലെ കുവൈറ്റ്, സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങൾ, ബഹ്റിൻ, അവർക്ക് വേറെ വഴിയില്ല. ബഹ്റിൻ, ഖത്തർ മുതലായ രാജ്യങ്ങൾക്ക് ഈ ഭാഗത്തുകൂടി മാത്രമേ സപ്ലൈസ് എത്തിക്കാൻ കഴിയൂ. അല്ല എങ്കിൽ ലാൻഡ് മൂലം എത്തിക്കുന്ന സപ്ലൈ ഹെവിലി എക്സ്പെൻസീവ് ആകും. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ, എണ്ണ വെളിയിലോട്ട് പോവുകയും മറ്റിടങ്ങളിൽ നിന്നും അകത്തേക്ക് സാധന സാമഗ്രികൾ, ഉൽപ്പന്നങ്ങൾ എത്തുകയും ചെയ്യണം. ഇത് രണ്ടും ഒരുപോലെ ബ്ലോക്ക്ഡ് ആകുമ്പോൾ മധ്യപൂർഷ്യ പ്രദേശത്ത് ആകമാന അസന്തുലിതാവസ്ഥ, ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് അസന്തുലിതാവസ്ഥ, അതുപോലെ തന്നെ വലിയ തോതിൽ സ്വർണത്തിന് വില വർദ്ധിക്കുകയും ഓഹരി വിപണികൾ തകർന്നടിയുകയും ചെയ്യുമ്പോൾ ഒരു ആകമാന മാന്ദ്യത്തിന്റെ അവസ്ഥയിലേക്ക് ഈ യുദ്ധം ആത്യന്തികമായി ലോകത്തെ കൊണ്ടുപോകാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം. ഓക്കെ ശ്രീ മോഹൻ വർഗീസ് വ്യക്തമാണ്. വിദേശകാര്യ നിരീക്ഷകനാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഹോർമൂസിലൂടെയുള്ള ഇന്ധന വ്യാപാരം പൂർണ്ണമായി തടഞ്ഞുകൊണ്ടുള്ള പ്രകോപനം ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. പ്രജിത്ത് തുടരുന്നുണ്ട്. പ്രജിത്ത്, അതായത് ഇവിടെ ഇറാനെതിരെ വലിയ വിമർശനം മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വരെ ഉണ്ടാകുന്നൊരു ഘട്ടമാണ്. കാരണം
അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത്, ഇറാൻ മറുഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ ഇറാന്റെ ആക്രമണങ്ങൾ നേരെ ചെന്ന് പതിക്കുന്നത് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ്, ചെറു രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ എതിർപ്പ് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഇറാനെതിരെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ലോകരാജ്യങ്ങളെ മുഴുവൻ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഈ ഗതാഗതം തടസ്സപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രം ഇതിന് പിന്നിൽ ഇറാൻ പയറ്റുകയാണ്. സ്വാഭാവികമാണ്. ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതും ഹൊർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന ഒരു യുദ്ധം എന്നതിനപ്പുറത്തേക്ക്, ആ പ്രദേശത്തിന് പുറത്തേക്ക് ആഗോളതലത്തിൽ തന്നെ വലിയ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ കാരണമായി മാറിയേക്കാവുന്ന ഒന്നാണ് ഹൊർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എണ്ണയ്ക്കപ്പുറത്തേക്ക് ആഗോളതലത്തിൽ ആവശ്യമായിട്ടുള്ള വിവിധ സാമ്പത്തിക മേഖലകളിലും വിവിധ രാജ്യങ്ങളിലും ആവശ്യമായിട്ടുള്ള ചരക്ക് നീക്കത്തിൻ്റെ സിംഹഭാഗവും ഹൊർമൂസ് കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കടലിടുക്കിലൂടെ സർവീസ് നടത്തുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഷിപ്പിംഗ് കമ്പനികൾ, ഒന്ന് MSCയും രണ്ട് മേഴ്സ്കും, ഇവർ രണ്ട് പേരും ഈ സർവീസുകൾ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആഗോളതലത്തിൽ തന്നെ ഈ കണ്ടെയ്നർ നീക്കത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുകയും സ്വാഭാവികമായും ഈ പല രാജ്യങ്ങളിലേക്കുമുള്ള പലതരം അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും മറ്റ് ഉൽപ്പന്നങ്ങളും എല്ലാം ഉള്ള കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ ഏതാണ്ട് നിലയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഹൊർമൂസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തരാനുള്ളത്, അമേരിക്കയുടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 3 സ്ട്രൈക്ക് ഗ്രൂപ്പുകളിൽ അതിൽ മൂന്നാമത്തത് ഇപ്പോൾ പേർഷ്യൻ ഗൾഫിലാണുള്ളത്. നേരത്തെ ബഹ്റൈൻ തീരത്തൊക്കെ ഉണ്ടായിരുന്ന ഈ കപ്പലുകൾ ഇപ്പോഴിതാ ട്രാൻസിറ്റ് മോഡിലാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭ്യമാകുന്ന വിവരം. ട്രാൻസിറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ അവ പോർട്ടിൽ, തുറമുഖത്ത് ആങ്കർ ചെയ്ത് കിടന്ന കപ്പലുകൾ ഉൾക്കടലിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബഹ്റൈൻ തീരത്ത് നിന്ന് ഇറാൻ്റെ ഭാഗത്തേക്ക് കൂടുതലായി ഈ കപ്പലുകൾ അടുത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ 3ഓളം ഫ്രിഗേറ്റുകളും 2 ഡിസ്ട്രോയറുകളും ഈ കൂട്ടത്തിലുണ്ട്. അതിൽ USS മിച്ചൽ മർഫി തുടങ്ങിയിട്ടുള്ള ശക്തിയേറിയ ഡിസ്ട്രോയറുകൾ, ഈ ഡിസ്ട്രോയറുകൾക്ക് ടോമഹോക്ക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഡിസ്ട്രോയറുകൾ, അവ ഈ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ഒരു പക്ഷേ ഈ ഹൊർമൂസ് മുനമ്പിലേക്ക് കൂടുതൽ സൈനിക സാന്നിധ്യം അമേരിക്ക നീട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും. അങ്ങനെയുള്ള കൂടുതൽ സൈനികമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ പല ഘട്ടത്തിലും ആവർത്തിച്ചതുപോലെ ഹൊർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഏതെങ്കിലും രീതിയിൽ പിടിച്ചടക്കാൻ അമേരിക്ക ശ്രമം നടത്തുമോ എന്നുള്ള സംശയവും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അല്പസമയം മുൻപ് മറ്റ് ചില അപ്ഡേറ്റുകൾ പുറത്തു വന്നാണ്. പ്രത്യേകിച്ച് കുവൈറ്റിലടക്കം ഒരു അമേരിക്കയുടെ വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള ഇറാന്റെ അവകാശവാദമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാലും അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു, അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പുതിയ അപ്ഡേറ്റുകൾ വരുന്നത്. അതിൽ ഏറ്റവും നിർണായകമാകുക അമേരിക്കയുടെ 2 ഡിസ്ട്രോയറുകളും 3 ഫ്രിഗേറ്റുകളും അടക്കുന്ന ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പ് അത് ഇറാൻ തീരത്തേക്ക് അടുക്കുന്നു എന്നുള്ള ആശങ്കാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ്. അത് ഇപ്പോൾ ലോകത്തിൽ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള യുദ്ധക്കപ്പലുകളുടെയൊക്കെ മുന്നേറ്റവും അവയുടെ നീക്കവുമൊക്കെ മോണിറ്റർ ചെയ്യുന്ന അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ ഇത്തരമൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ആഴ്ചകൾക്ക് മുൻപ് ബഹ്റൈൻ തീരത്താണ് അവസാനമായി ഈ കപ്പലുകൾ സ്പോട്ട് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവ ബഹ്റൈൻ തീരത്ത് നിന്ന് കൂടുതൽ ആഴക്കടലിലേക്ക്, പേർഷ്യൻ ഗൾഫിൻ്റെ കൂടുതൽ ഉൾമേഖലയിലേക്ക് അവ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഒരു വശത്ത് മെഡിറ്ററേനിയൻ കടലിൽ USS ജെറാൾഡ് ആൾഫോർഡ് നിൽക്കുന്ന നാവിക വലയം, അതോടൊപ്പം തന്നെ അറബിക്കടലിൽ USS എബ്രഹാം ലിങ്കണും അവയ്ക്കൊപ്പമുള്ള ഷിപ്പുകളും തീർക്കുന്ന നാവിക വലയം, അതിനൊപ്പം പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെ ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പ് കൂടി മുന്നേറ്റം നടത്തുന്നു എന്ന് പറയുമ്പോൾ ആശങ്കാജനകമായ നാവിക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്താമെന്നുള്ള നിലയിലേക്കാണ് എല്ലാ സാഹചര്യങ്ങളും വിരൽ ചൂണ്ടുന്നത്. എന്തായാലും പുതിയ അപ്ഡേറ്റുകൾ ഓരോന്നായി പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴും ഇറാൻ പറയുന്നത് തങ്ങൾ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയോ ചർച്ചകൾക്കോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അമേരിക്ക കൂടുതൽ കടുത്ത നിലപാടിലേക്ക്, കൂടുതൽ കടുത്ത ആക്രമണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഇറാനിലെ രാത്രികളിൽ അവിടെ നരകം വിതയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ B-2 സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ഇറാന്റെ പല മേഖലകളിലും അവരുടെ സായുധ കമാൻഡുകളിൽ, IRGCയുടെ വിവിധ ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ, നാവികസേന ആസ്ഥാനത്ത്, മിസൈൽ ലോഞ്ചറുകളിൽ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ, പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓഫീസുകളിൽ എന്നിവിടങ്ങളിലെല്ലാം വലിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഏതാണ്ട് 500ഓളം തവണയാണ് ഇറാന്റെ ആകാശത്ത് പറന്നത് എന്നുള്ളത് കൂടി നോക്കുമ്പോൾ പൂർണ്ണമായും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന് സ്വയം പ്രതിരോധത്തിന് ഒരു ശേഷിയുമില്ലാത്ത രീതിയിലേക്ക് ഇറാൻ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കീഴടങ്ങാൻ ഇറാൻ തയ്യാറാകുന്നില്ല. അമേരിക്കയോട് അവിടെയും ഇവിടെയുമായി അമേരിക്കയ്ക്കെതിരെ ചില ആക്രമണങ്ങൾ നടത്തുകയും അത് പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആ ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഏറ്റവും ഒടുവിലായി നമുക്കറിയാവുന്നതുപോലെ തിരിച്ചടിക്ക് GCC രാജ്യങ്ങൾ കൂടി തയ്യാറെടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം
ഫ്രഞ്ച് കപ്പൽപ്പട ഈ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു. അങ്ങനെ ഫ്രഞ്ച് കപ്പൽപ്പട കൂടി മേഖലയിലേക്ക് വരുന്നതനുസരിച്ച് കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് തർക്കമില്ല. ഈ യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ വെടിനിർത്തലിന് വേണ്ടി വാദിച്ചിരുന്ന വിഭാഗമാണ് അല്ലെങ്കിൽ രാജ്യമാണ് ഫ്രാൻസ്. ആ ഫ്രാൻസിൻ്റെ അബുദാബിയിലെ നേവൽ ബേസിൽ അറ്റാക്ക് നടത്തിയാണ് ഫ്രാൻസിനെ കൂടി ഒരു കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ കൂടുതലായി ഇങ്ങോട്ടേക്ക് വിന്യസിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇറാൻ തള്ളിവിട്ടത്. അപ്പോൾ സ്വാഭാവികമായും യൂറോപ്യൻ ശക്തികൾ കൂടി ഈ മേഖലയിൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ ഇറാന്റെ തുടർച്ചയായ പ്രകോപനങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വലിയ തിരിച്ചടിയിലേക്ക് അവരും പോവുകയാണെങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ പോയതിനപ്പുറത്തേക്ക് കൈവിട്ടു പോകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഓക്കെ പ്രജിത്ത്, എന്തായാലും പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനം തുടരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം ഇറാൻ ഒരുക്കുകയാണ്. അത് സ്വാഭാവികമായും ഭാരതം ഉൾപ്പെടെയുള്ള വിവിധ ദേശങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചതുപോലെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത രീതിയിലുള്ള കനത്ത പ്രഹരത്തിന് അമേരിക്ക ഇറങ്ങിത്തിരിക്കും എന്ന കൃത്യമായ സന്ദേശം അമേരിക്ക നൽകിയിരുന്നു. ഇസ്രായേൽ പോലെയുള്ള രാഷ്ട്രങ്ങളും അമേരിക്കയ്ക്കൊപ്പം തന്നെ നിന്നുകൊണ്ടാണ് ഈ ഇറാനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു കനത്ത നാശനഷ്ടം വിതയ്ക്കുന്ന സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കാം എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജിത്താണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. ഇനി